ആദ്യം അജയ് ജുവൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അജയ് ജുവലിനെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപം വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചത്. അജയ് ജുവൽ ഈ വിഷയത്തിൽ പരാതി കൊടുത്തു. ആലപ്പുഴ സ്റ്റേഷനിലും ഒപ്പം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും സൗത്ത് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. പക്ഷേ ഒരു നടപടിയും സ്വീകരിക്കാൻ പോലീസ് ധൈര്യപ്പെട്ടില്ല. ഏറ്റവും ഒടുവിൽ കോടതിയെ സമീപിക്കുന്നു. കോടതി ഈ സുരക്ഷാ ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകുന്നു. തുടർന്ന് കേസെടുക്കുന്നു. ക്രിസ്തുമസ് കഴിഞ്ഞുള്ള ദിവസം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അജയ് ജുവൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അജയ് ജുവൽ, ഞാൻ പറഞ്ഞതിനല്ലേ കാര്യം, താങ്കൾ പോലീസിനെ സമീപിച്ചിരുന്നു നിരവധി തവണ, ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലും ഒപ്പം ജില്ലാ പോലീസ് മേധാവിക്കും. അപ്പോഴൊക്കെയുള്ള പോലീസിന്റെ പ്രതികരണം എന്തായിരുന്നു അജയ്? അജയ് കേൾക്കാമോ? ഈ പ്രശ്നം ഉണ്ടായ ശേഷം ഞാൻ പിറ്റേ ദിവസം തന്നെ, അതായത് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ പിറ്റേ ദിവസം തന്നെ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതാണ്. ആ കേസ് കൊടുത്ത് 2 ദിവസമായിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും പോലീസ് എടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ സ്വാഭാവികമായും ഞാൻ SP-ക്ക് പരാതി നൽകി. ആ പരാതി കൊടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടും ഇതിൽ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. നമുക്ക് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. കാര്യം പിണറായിയുടെ പോലീസ് ആകുമ്പോൾ സ്വാഭാവികമായും ഇതിൽ നടപടി എടുക്കില്ല. കാര്യം പ്രതികളായിട്ട് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് ഗൺമാനായിട്ടുള്ള അനിൽകുമാറും അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടുള്ള സന്ദീപും മറ്റ് കണ്ടാലറിയാവുന്ന 2 പേരും ആണ് നമ്മൾ ഇതിൽ എതിർകക്ഷികളായി പറയുന്നത്. സ്വാഭാവികമായും പോലീസിനെതിരെ കേസെടുക്കാൻ തയ്യാറാവില്ല എന്നുള്ള മുൻവിധി നമുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ അതിനുശേഷം ഞാനും KSU ജില്ലാ പ്രസിഡന്റ് AD തോമസും ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമീപിക്കുകയും ഒരു CMB ഫയൽ മൂവ് ചെയ്യുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് കോടതി FIR ഇട്ട് കേസ് അന്വേഷിക്കുവാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ ഈ ക്രിസ്മസിന് ശേഷം ഹാജരാകാനാണ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. താങ്കൾ ഇപ്പോൾ കോടതിയെ സമീപിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഒടുവിൽ കോടതി ഇടപെടുന്നു. പോലീസിൽ നിന്ന് ഒരു തരത്തിലുള്ള നീതിയും ഇക്കാര്യത്തിൽ താങ്കൾക്ക് ലഭിക്കുന്നില്ല. അന്ന് ഗൺമാൻ ഇങ്ങനെ പെരുമാറുമെന്ന് അപ്രതീക്ഷിതമായ സംഭവമായിരുന്നു. അത് പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അതിനുശേഷം സമീപത്ത് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ നിലപാട് എന്തായിരുന്നു ആ സമയത്ത്? മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയ ശേഷം അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ പോലീസ് എന്നെയും KSU ജില്ലാ പ്രസിഡന്റിനെയും പോലീസിന്റെ കസ്റ്റഡിയിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു കടയോട് ചേർത്ത്, റോഡ് സൈഡിനോട് ചേർത്താണ് ഞങ്ങൾ നിർത്തിയിരുന്നത്. ഞങ്ങൾ റോഡിലിറങ്ങി, മുഖ്യമന്ത്രി പറയുന്നത് റോഡിലിറങ്ങി വാഹനത്തിന് മുമ്പോട്ട് ചാടിയിട്ടില്ല. ഞങ്ങൾ അതിന്റെ റോഡ് സൈഡിൽ അദ്ദേഹത്തിന്റെ വാഹനം കടന്നുപോയപ്പോഴാണ് ഞങ്ങൾ പ്രതിഷേധ മുദ്രാവാക്യവുമായി ബസ്സിനൊപ്പം കടന്നു നീങ്ങിയത്. ബസ് പോയി കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പോലീസ് ഒരു കടയുടെ ഓരത്തോട് ചേർത്ത് നിർത്തി. എന്നാൽ ബസ്സിന് പിറകിൽ വന്ന വാഹനമായിട്ടുള്ള ഒരു കിയ കാർണിവൽ, മുഖ്യമന്ത്രിയുടെ വാഹനമായ കിയ കാർണിവലിൽ നിന്ന് ഒരു വെള്ള ഷർട്ടിട്ട ഗൺമാൻ അനിൽകുമാർ ആയിരുന്നു ഇറങ്ങി വന്ന് എന്നെയും എന്റെ സുഹൃത്തായ KSU ജില്ലാ പ്രസിഡന്റിനെയും മർദ്ദിക്കുകയാണ്. ആദ്യം അടിച്ചത് ഞങ്ങൾ അപ്രതീക്ഷിതമാണ്. കാര്യം സ്വാഭാവികമായും പോലീസ് കസ്റ്റഡിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്രതീക്ഷിതമായി ഞങ്ങളുടെ KSU ജില്ലാ പ്രസിഡന്റ് തലക്കിട്ട് ഈ അനിൽകുമാർ അടിക്കുകയാണ്. അപ്പം തന്നെ അനിൽകുമാർ വന്ന വാഹനത്തിൽ തൊട്ട് പിന്നാലെ വന്ന വാഹനത്തിൽ നിന്ന് 3ഓളം പേര്, സന്ദീപിന്റെ കൂടെ 2 പേരും ഇറങ്ങി വന്ന് തുരുതുര അടിക്കുക. ഞാൻ എന്റെ കൈ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ തോമസിന്റെ തല പൊട്ടി അദ്ദേഹത്തിന് മരണം വരെ സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. അത്രയും ഭീകരമായ രീതിയിലാണ് അടിക്കുന്നത്. അത് ഒരു കാരണവശാലും ആ ഗൺമാൻ അത് ഇറങ്ങി വരേണ്ട യാതൊരു തരത്തിലുള്ള സാഹചര്യവും അവിടെ ഇല്ല. ഞങ്ങൾ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറി പോലീസ് പറയുന്നത് അനുസരിച്ച് പോലീസിന് വിധേയപ്പെട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മൾ ഒരു അതിനെ തടസ്സപ്പെടുത്തുകയും മറ്റെന്തെങ്കിലും ചെയ്താൽ ഗൺമാൻ ഇറങ്ങി വരുന്നതിന് അർത്ഥമുണ്ടെന്ന് പറയാം. അദ്ദേഹം വന്ന വാഹനവും അതിന്റെ പിന്നാലെ വന്ന വാഹനവും വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങി വന്ന് തല്ലി തിരിച്ചുപോയി കയറി പോവുകയാണ്. ഈ പോലീസിന്റെ നിലപാട്, ഈ മർദ്ദനം, അജയ്, പോലീസിന്റെ നിലപാട് ഈ മർദ്ദനം എന്ന് പറയുന്നത് പ്രതിഷേധം തടയുമ്പോഴുള്ള സാധാരണ നടപടി മാത്രമെന്നാണ് പോലീസ് നിലപാടെടുത്ത അന്ന്. SP കൊടുത്ത റിപ്പോർട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അവിടെ നിന്നിരുന്ന പോലീസുകാരുടെ കസ്റ്റഡിയിൽ ഞങ്ങൾ നിൽക്കുകയാണല്ലോ. അവിടെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിൽക്കുമ്പോൾ വീണ്ടും പുറത്തുനിന്ന് വരുന്ന വേറൊരു ആൾക്കാർ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ആ പോലീസിനാണ് ഇന്ന് അജയ്, ആ പോലീസുകാർക്കാണ് ഇന്നിപ്പോൾ ഗുഡ് സർവീസ് എൻട്രി നൽകാൻ ADGP ശുപാർശ ചെയ്യുന്നു. അത് ഒരുപക്ഷെ അവർക്ക് നൽകുകയും ചെയ്തു. സേവനം, ഈ നവകേരള യാത്രയിലുടനീളം നടത്തിയ സേവനത്തിന്റെ പ്രതിഫലമായി
സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഞങ്ങളെ പിടിച്ചു വെച്ചിരുന്ന കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു. അവർ വളരെ മാന്യമായി നമ്മളെ നിയമപരമായി ഞങ്ങൾ അവർക്ക് വിധേയപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങളെ വന്ന് അടിച്ചപ്പോൾ ഒരു പോലീസുകാരൻ തടയാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ കൈക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഗൺമാനൊക്കെ അടിച്ച് അദ്ദേഹത്തിനൊക്കെ വല്ലതും കൊടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടെന്ന് പറയാം. അതല്ലാതെ ഈ അക്രമത്തിന് കൂട്ടുന്ന പോലീസ് ഡിവൈഎഫ്ഐക്കാര് അടിക്കുമ്പോൾ പോലീസ് കൂട്ടാളികളെ പല സ്ഥലങ്ങളും നോക്കി നിൽക്കുകയാണ്. ഏത് സ്ഥലത്ത് എവിടെയാണ് പോലീസ് ഈ മറ്റ് ഒരു പ്രതിഷേധം വരുമ്പോ മറ്റു പാർട്ടിക്കാർ അല്ലെങ്കിൽ മറ്റു ഗുണ്ടകൾ വരുമ്പോ പോലീസ് അവിടെ നോക്കൂത്തിയെ പോലെ നോക്കി നിൽക്കുക. നമ്മൾ പലയിടത്തും കാണുകയല്ലേ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ വിഷയത്തിലും പോലീസ് അവിടെ നിൽക്കുമ്പോഴാണ് ഈ അക്രമമുള്ള ഒരു വീട്ടിൽ കയറി നടത്തുന്നത്. അവിടെ നോക്കൂത്തുകാരെ നോക്കിയിരിക്കുന്ന പോലീസുകാർക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അവാർഡ് നൽകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോ അജയെ സഹായിക്കാൻ ശ്രമിച്ച പോലീസുകാരും ഉണ്ടായിരുന്നല്ലേ, തല്ലുകൊള്ളാതെ? അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ പോലീസ്. കാര്യം നമ്മൾ യാതൊരു തരത്തിലുള്ള പ്രകോപനം അവിടെ ഉണ്ടാക്കിയിട്ട് നല്ല പോലീസുകാരും ഉണ്ട്. എല്ലാവരെയും അറച്ചല്ലോ പറയുന്നത്. ഗൺമാനും പോലീസുകാരനാ, അങ്ങനെയുള്ള പോലീസും ഉണ്ട്. ശരി, നന്ദി. അജയ് ജുവൽ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അജയ്യാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി തല്ലിയത് ആലപ്പുഴയിട്ട്. അവരെ തടയാൻ കാര്യമായി പോലീസിന്റെ ഭാഗത്ത് ശ്രമം ഉണ്ടായില്ല. ഒടുവിൽ അജയ് പോലീസിനെ സമീപിക്കുന്നുണ്ട് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട്. പക്ഷേ പോലീസ് തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ അജയ് കോടതിയെ സമീപിക്കുന്നു. ആലപ്പുഴ കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് ക്രിസ്തുമസിന് ശേഷം, അതായത് നാളെയോ മറ്റന്നാളോ, ഈ ഗൺമാന് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടി വരും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീ